അപ്പോൾ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങളിത് എങ്ങോട്ടാണെന്നല്ലേ ഒരു ചെറിയ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേറെ എങ്ങോട്ടൊന്നും അല്ല കേട്ടോ, ഗോവയിൽ തന്നെ. നമുക്കിപ്പോൾ ഗോവയിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള സാഹചര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് നോർത്ത് ഗോവയിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലോങ് ജേർണി അല്ല, ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഈ തുളസിയുടെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് മോഷൻ സിക്നെസ് ഉണ്ട്. കാറിൽ കയറുമ്പോൾ എനിക്കൊന്നും തലവേദന അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ പറ്റില്ല, അങ്ങനത്തെയൊക്കെ പ്രോബ്ലം ഉണ്ട്. ഛർദ്ദിക്കാൻ അങ്ങനെ ഇപ്പോൾ വരാറില്ല, പക്ഷേ തലവേദന എടുക്കും എനിക്ക്. പിന്നെ തലവേദന എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങാണ്ട് നമുക്കത് മാറാൻ പറ്റില്ല. പിന്നെ അത് ആ ജേർണി തന്നെ ഫ്ലോപ്പ് ആവും അങ്ങനെ ആയാൽ. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ ഈ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഈ തുളസി കണ്ടായിരുന്നു. തുളസി അപ്പോൾ ഇങ്ങനെ മണപ്പിച്ച് കാറിലിരുന്നിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിക്കണ്ട. അപ്പോൾ ഇതേപോലെ എന്നെ പോലെ മോഷൻ സിക്നെസ് ഉള്ള ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പല നാരങ്ങ അങ്ങനത്തെ പല പല സംഭവങ്ങളൊക്കെ അവർ ട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തുളസിയും നല്ലൊരു ട്രിക്കാണ്. ഇപ്പം എനിക്കത് വർക്കൗട്ടായി. അപ്പോൾ നിങ്ങളത് നോക്കണേ, ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. തിരിച്ചു വരാൻ നേരത്തായിരിക്കും അവിടെ തുളസി ഇല്ലെങ്കിൽ ഞാൻ പെട്ടു. അപ്പോൾ ഇന്ന് മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഉച്ച ടൈമിലാണ് ഇറങ്ങിയത്. അപ്പോൾ കഴിക്കാനൊക്കെ ആയിട്ട് അവിടെ അടുത്തുള്ള നോർത്ത് ഗോവയിൽ എത്തിയതിന് ഒരു ബാംബോളിയും പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു ഫേമസ് ആയിട്ട് ഫിഷ് താലി കിട്ടുന്ന ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ പോയത് കഴിക്കാൻ. അങ്ങനെ നല്ലൊരു ഫിഷ് താലിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തി. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടിൻ്റെ പേര് ദ ലേസി കബാനാസ് എന്നാണ്. ഈ പ്ലേസ് വരുന്നത് നമ്മുടെ നോർത്ത് ഗോവയിലെ കണ്ടോളിം എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, കണ്ടോളിം ബീച്ചൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ ആ ബീച്ചിനടുത്തായിട്ട് തന്നെ വരുന്ന ഒരു തൊട്ടടുത്തല്ല, കുറച്ചിങ്ങോട്ട് നല്ല അടുത്തെന്ന് പറയാം, ഒരു 10-15 മിനിറ്റിൻ്റെ ഡിസ്റ്റൻസിലായിരിക്കും. അവിടെ വരുന്നതാണ് ഈ കാണുന്ന ലേസി കബാന റിസോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പറിൽ വിളിച്ച് ഈ റിസോർട്ട് ബുക്ക് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കണ്ട വലിയൊരു പോണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ചെറിയൊരു സെറ്റപ്പാണ്, വലിയ വിശാലമായിട്ടുള്ള റിസപ്ഷനൊന്നും അല്ല. വുഡൻ കോട്ടേജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇതേപോലെ ഒരു ചെറിയൊരു വുഡൻ കോട്ടേജിലായിരുന്നു കേട്ടോ അവരുടെ റിസപ്ഷൻ തന്നെ. അവിടെ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ കൊടുത്ത് നമ്മുടെ എൻട്രി പാസ്സാക്കി. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു വുഡൻ കോട്ടേജിൽ സ്റ്റേ പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ എന്താ പറയുക, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര ഗ്രീനറി ഒക്കെ ആയിട്ടുള്ള ഒരു ആംബിയൻസും നല്ല വുഡൻ കോട്ടേജൊക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം വൃത്തിയും അമ്യൂണിറ്റീസൊക്കെ ഉണ്ടായിരുന്ന ഒരു റിസോർട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഞങ്ങൾക്ക് കിട്ടിയത് താഴത്തെ ആയിരുന്നില്ല, ഫസ്റ്റ് ഫ്ലോർ എന്നല്ല, അതിൻ്റെ മേലത്തെ ഒരു വുഡൻ കോട്ടേജിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് ഇവരുടെ അപ്പുറത്തുള്ള പാർക്കിംഗ് ഒക്കെയാണ് കേട്ടോ. നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ റൂം. അത്രയ്ക്ക് വലുതൊന്നും അല്ലെങ്കിലും അത്യാവശ്യം വലുതായിട്ടുള്ള ഒരു ബെഡും പിന്നെ AC ഉണ്ട്, ഫാനുണ്ട്, പിന്നെ എന്തുവാ അവരുടെ അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്, TV ഉണ്ട്. പിന്നെ കേറ്റിൽ അതിൻ്റെ കബോർഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. അതെ, കോഫിയും ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് അതിൻ്റെ പൗഡേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ഹെയർ ഡ്രയർ ഉണ്ട്, നല്ലൊരു വലിയ മിററുണ്ട്, പിന്നെ ഒരു ബാൽക്കണി ഉണ്ടോ. ഇതാണ് നമ്മുടെ ബാൽക്കണി കേട്ടോ. ഇവിടെയും 2 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാനായിട്ട് നല്ല സൗകര്യമുണ്ട്. നല്ല ഗ്രീനറി ആണ് കേട്ടോ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞങ്ങളിത് സെലക്റ്റും ചെയ്യാൻ കാരണം. ഹായ്, അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ വുഡൻ കോട്ടേജ്? ഇതിൻ്റെ പേരാണ് ലേസി കബാന. അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ഒരു അത്യാവശ്യം അമ്യൂണിറ്റീസ് ഒക്കെ ഉള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ ആ ഒരു എത്രയാ 3500, 4500 ആ റേഞ്ചിൽ റൂം നോക്കുന്നുണ്ട്, നോർത്ത് ഗോവയിൽ നോക്കുന്നുണ്ടെങ്കിൽ ലേസി കബാന എന്തായാലും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തന്നതൊക്കെയാണ് അമ്യൂണിറ്റീസ് ആയിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്ന നമ്മുടെ ബാത്റൂം. കണ്ടോ, ഒരു നല്ല അടിപൊളി ബാത്ത് ടബും പിന്നെ ചൂടുവെള്ളത്തിനായിട്ട് ഗീസറും, അങ്ങനെ അത്യാവശ്യം ഹോട്ടൽസിലൊക്കെ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു ബാത്റൂം തന്നെയായിരുന്നു. കണ്ടോ, മിററൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഈ റൂം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ഇങ്ങനെ ഒരു നമ്മൾ ഡ്രസ്സൊക്കെ വെക്കാനും നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ബിലോങ്ങിങ്സ് വെക്കാനൊക്കെ ആയിട്ടൊരു കബോർഡ് ഉണ്ട്. അതിനകത്തായിട്ട് അവർ അയൺ ബോക്സും കെറ്റിലും വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് കണ്ടു ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. മിനി ഫ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ അവരതിനകത്ത് എന്തെങ്കിലുമൊക്കെ വെക്കേണ്ടതാണ്, കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് വെക്കേണ്ടതാണ്, ചോക്ലേറ്റ്സൊക്കെ. പക്ഷേ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കും. അതൊന്നും നമുക്ക് ഫ്രീ ആയിരിക്കില്ല കേട്ടോ, നമുക്ക് തന്നെ പൈസ കൊടുത്ത് നമ്മൾ എടുക്കുന്നതിനൊക്കെ നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ചാർജ് വരുമായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കും. ഞങ്ങൾ വന്നത് ഓഫ് സീസണിലാണല്ലോ. പിന്നെ ഞങ്ങളിതേ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ജിത്തുവിന് ഈ വാതിൽ ഡോർ അടക്കാനായിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ലോക്കായിട്ടുള്ള ഒരു മൽപ്പിടുത്താണ് കാണുന്നത്. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മൾ പുറത്ത് പോയിട്ട് ഈ പ്രോപ്പർട്ടിയുടെ ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ ബീച്ചിന് തൊട്ടടുത്തല്ല, ഒരു 15 മിനിറ്റൊക്കെ ഡ്രൈവിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് വരുന്നത് ഒരു പോണ്ടും പിന്നെ പുറകുവശത്തൊരു എന്താ പറയുക ഒരു വയലല്ല, ഒരു പാടം പോലത്തേക്ക് ഒരു പ്ലേസാണ് കേട്ടോ, ഒരു പറമ്പാണ് വരുന്നത്. നല്ല സൗണ്ടായിരുന്നു കേട്ടോ, കിളികളുടെയൊക്കെ സൗണ്ടാണ് ഇതിൽ കൂടി നടക്കുമ്പോൾ. കാരണം ഫുൾ ഇങ്ങനെ ഗ്രീനറി ആയതുകൊണ്ട് തന്നെ കുറേ കിളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ സെറ്റിങ്സ് ഒക്കെ ചെയ്തേക്കണമുണ്ട്, എല്ലാം ഭംഗിയുണ്ട്. നല്ല ഒരു സ്വിമ്മിംഗ് പൂളും അതിൻ്റെ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റുമായിട്ട് ഇതേപോലെ തന്നെ അവർ ചെടികളും പൂക്കളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ആ ഒരു പ്രോപ്പർട്ടിക്ക് നല്ല എന്താ പറയുക ഒരു ഭംഗി കൂട്ടാണ് കേട്ടോ. കാരണം നമുക്കിവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല രസമായിട്ട് കിട്ടും. ഞാൻ ഓൾറെഡി ഞങ്ങൾ പോയ വീഡിയോസും ഫോട്ടോസൊക്കെ കുറച്ചൊക്കെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ റേറ്റ് കുറച്ചും കൂടി കുറഞ്ഞ് കിടക്കുന്നത്. നമ്മൾക്ക് ആ ഒരു സീസൺ ടൈമിലാകുമ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് പിന്നെയും കൂടും കേട്ടോ. അപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങാനായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. രാവിലെ 9 മണി തുടങ്ങി വൈകുന്നേരം രാത്രി 9 മണി വരെയാണ് നമുക്ക് ടൈം ഉള്ളത്. പിന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടുത്തെ ഒരു ഷവർ ഏരിയ ഉണ്ട്, അവിടെ നിന്ന് കുളിക്കുകയൊക്കെ വേണം. അങ്ങനത്തെ കുറച്ച് എന്താ പറയേണ്ട അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ ഷവറിങ് ഏരിയ എന്ന് പറയുന്നത്. അത്യാവശ്യം നമുക്ക് അധികം ഡീപ്പൊന്നും അല്ലാത്ത എന്നാലും ഡീപ്പായിട്ടുള്ള, ഇപ്പോൾ എൻ്റെയൊക്കെ കഴുത്ത് വരെയൊക്കെ ഉണ്ടായിരുന്നു വെള്ളം, അത്രയൊക്കെയുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. എങ്ങനെയുണ്ട് ചിത്തോപ്പ, റിസോർട്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെ മൺസൂൺ വൈബ്സ് ആണെങ്കിൽ ഇപ്പം നല്ല പൊരിഞ്ഞ വീടാണ്. ഇപ്പോൾ ഒന്നും മഴ പെയ്തു അപ്പോൾ തന്നെ പോയി. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് അടുത്തത്. നമുക്ക് നോക്കാം. ഇതെല്ലാം നല്ല രസമായിട്ടോ. സ്വിമ്മിംഗ് പൂളിലോട്ട് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ സ്വിമ്മിംഗ് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വലിയ നീന്തലൊന്നും അറിയത്തില്ല എനിക്ക്, വെറുതെ പോകുന്നതാണ്. ഞാൻ അങ്ങനെ തലയൊന്നും നനയ്ക്കൊന്നുമില്ല, ഞാൻ വെറുതെ പോയിട്ട് അവിടെ ഇരിക്കുള്ളൂ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. വെള്ളത്തിൽ കണ്ടോ, വെറുതെ വെള്ളത്തിൽ ഇറങ്ങിയത് ഇതേപോലെ കുറച്ച് അവിടെ കിടന്ന് കുറച്ച് പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടും. ഇതിനാണ്ടോ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ എന്നാൽ സ്വിമ്മിംഗ് പൂളിലുള്ള റിസോർട്ട് തന്നെ ബുക്ക് ചെയ്യുള്ളൂ. പക്ഷെ എനിക്ക് നീന്താനൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോയാണ് ഡിന്നറൊക്കെ കഴിച്ചത്. പിന്നെ അതേ കിടന്നുറങ്ങി. രാവിലെ ആയിട്ട് ഞാൻ ഉറങ്ങുന്ന വീഡിയോ ഉണ്ട് ഞാൻ അറിയേണ്ടെടുത്തത്. ജിത്തുവിന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ബാൽക്കണിയിൽ നിന്ന് അതിൻ്റെ വീഡിയോ എടുക്കണം, ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിത്തു ഇതേ രാവിലെ തന്നെ എഴുന്നേറ്റു, എന്നെക്കാളും മുമ്പ് എഴുന്നേറ്റു എൻ്റെ ഉറങ്ങുന്ന വീഡിയോസൊക്കെ എടുത്ത് ഇതേ ബാൽക്കണിയിൽ പോകാൻ കേട്ടോ. അപ്പോൾ ഇപ്പം നന്നായിട്ടൊന്ന് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് മഴയൊക്കെ പെയ്തൊന്ന് മാറി നിൽക്കാം കേട്ടോ. അപ്പോൾ രാവിലത്തെ വ്യൂ ആവുന്നത് കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. നന്നായിട്ട് കിളികളുടെ സൗണ്ടും നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ. ഹായ്, അപ്പോൾ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഞങ്ങളുടെ ലേസി കബാനയില സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. ഞങ്ങളിതേ കുളിച്ചൊക്കെ റെഡിയായി ഇറങ്ങാൻ ചെക്കൗട്ട് 11 മണിക്കാണ്. അതിന് മുമ്പ് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് ഈ സ്റ്റേയിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അത് 9 o'clock സ്റ്റാർട്ട് ആവും, 9 to 10 ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ
എല്ലാവരും വന്ന് കാണണം, വന്ന് എക്സ്പീരിയൻസ് ചെയ്യണോട്ടോ ഈ ലേസി കബാന. നല്ലൊരു വുഡൻ കോട്ടേജ് ആട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം ഞങ്ങൾ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങളോട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം അവർ പറഞ്ഞിരുന്നത് 9 to 10:30 വരെയാണെന്നാണ്. അപ്പോൾ ഞങ്ങളിത് 9 o'clock ആയപ്പോഴേക്കും ഞങ്ങളുടെ ബൊഫെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ റെഡിയായി പോവാണ്. അപ്പോൾ ഞങ്ങൾ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഈ ബൊഫെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയത് തന്നെ ബുക്ക് ചെയ്യുള്ളൂ. കാരണം അതൊരു വികാരമാണ് അങ്ങനെ നന്നായിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഡിഷിൽ ഉണ്ടാക്കും. ഹോട്ടലിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു നാളൊക്കെയല്ലേ നമ്മളിങ്ങനെ കുറേ ഡിഷസൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ബുക്ക് ചെയ്ത്, പക്ഷേ ഞങ്ങൾക്ക് നല്ലൊരു ട്രാജഡിയാണ് ഈ ഒരു എന്താ പറയുക ഈ ഫുഡിൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഇവിടെ നിന്ന് നടന്നത്. വേറെ ഒന്നുമല്ല, ഞങ്ങളോട് 9 മണിക്ക് ചെല്ലാൻ പറഞ്ഞാൽ 9 മണിക്ക് ഞങ്ങൾ ചെന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം എംപ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് തോന്നി, കാരണം 9 മണിക്ക് അവർ റെഡിയാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ സംഭവങ്ങളും അവർ സെറ്റ് ചെയ്ത് തുടങ്ങണമായിരുന്നു. ഇതവിടെ ടേബിൾ ഫുൾ കാലിയായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി ഇതെന്തോ ഒരു തട്ടിപ്പാണ് ബുഫേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വെറുതെ പറഞ്ഞാണെന്ന് തോന്നുന്നു ഒക്കെയായിരുന്നു. എന്തായാലും അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പുറത്ത് പോയി ബാക്കി ഞങ്ങളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്തു. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി നമ്മൾ കുറേ നേരം ഒരു 15 മിനിറ്റ്സും 30 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്തിട്ടും ഒന്നും ആവണുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വെറുതെ മഴ പെയ്തു തുടങ്ങി. അപ്പം ഞാൻ അകത്തോട്ട് കയറി കേട്ടോ. റെസ്റ്റോറൻറ്റിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ അയാളൊരു പ്ലേറ്റിൽ നമ്മളുടെ ആലു പൊറോട്ട കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ ബൊഫെ ഒന്നുമില്ല. ബൊഫെ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ പോയി നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സെലക്ട് ചെയ്ത് കഴിക്കണതല്ലേ. ഇയാൾ ഞാൻ അടുത്തൊരു എന്താ പറയുക ഒരു ടേബിളിൻ്റെ വന്നിട്ട് ഇതേപോലെ ആലു പൊറോട്ട കൊണ്ടുവച്ചു. പിന്നെ ഒരു ഫ്രൂട്ട് തണ്ണീർമത്തം കൊണ്ടുവച്ചു. പിന്നെ അതിൻ്റെ കൂടെ പൂരി ഒരു കറിയും കൊണ്ടുവച്ചു. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച് കാത്തിരുന്ന ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആലു പൊറോട്ട, ഒരു പൂരി ബാജി, പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്കൊരു എഗ് ഓംപ്ലേറ്റ് അവർ അടിച്ചു തന്നു. ഇതായിരുന്നു കേട്ടോ അവിടെ നടന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നമ്മുടെ ബൊഫെ. അങ്ങനെ ആകെ ഒരു എന്താ പറയുക ട്രാജഡിയിലായിപ്പോയി ഞങ്ങളത് നേരെ പോയി റിസപ്ഷനിൽ കംപ്ലയിൻറ്റും ചെയ്തു കേട്ടോ. കാരണം അവർ നമ്മളോട് ബുഫെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളോട് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ചീറ്റിംഗ് ചെയ്യാൻ പാടില്ലല്ലോ. ഓഫ് സീസൺ ആയതോ കസ്റ്റമേഴ്സ് ഇല്ലാത്തതൊക്കെ നമ്മളോട് പറയേണ്ട കാര്യമല്ലല്ലോ. അവരതൊക്കെയാണ് എക്സ്ക്യൂസ് പറയുന്നത്. അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമല്ലല്ലോ. നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതൊന്ന് നമ്മൾ റിസപ്ഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഇനി എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ ഇത് ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളെന്തായാലും ഈ റിസോർട്ട് ബുക്ക് ചെയ്യുമ്പോൾ അതൊന്ന് ചോദിക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്തിട്ട്, ഇപ്പം നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എന്നെപ്പോലെയൊക്കെ തന്നെ അങ്ങനെ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ചിലർ ബുക്ക് ചെയ്യും. ഞാൻ മാത്രമല്ലാന്ന് എനിക്കറിയാം, അങ്ങനെ പ്രതീക്ഷിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചേ കേട്ടോ. ഇത് കറക്റ്റ് ബൊഫെ തന്നെ ആയിരിക്കില്ല, എന്തൊക്കെ ഡിഷസൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഒന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ലേസി കബാന സ്റ്റേക്കേഷൻ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ ചാനൽ, ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം.